നമ്മളിപ്പോൾ എന്നുള്ളത് കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളേജിന് മുമ്പിലാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോഴ്സസ് ആണുള്ളത്? ഈ കോളേജ് ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. മേ ബി യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണും, പക്ഷേ അവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു കണ്ടന്റ് വരുന്നത്. കോളേജിൻ്റെ ഫുള്ള് റിവ്യൂവും അതുപോലെ തന്നെ ക്യാമ്പസ് ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഓരോ കോഴ്സസിൻ്റെ ലാബ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ ടീമിൽ ഒരാളെങ്കിലും വിസിറ്റേഴ്സിൻ്റെ ഒരു ടാഗ് ഇടണം. നമ്മുടെ ക്യാമറമാനാണ് ടാഗ് ഇട്ടേക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊരാൾ വേണം വിസിറ്ററിൻ്റെ ടാഗ് ഇടണം. പിന്നെ ബൗൺസേഴ്സ് ഒക്കെ ആണല്ലോ. ഇവിടെ സെക്യൂരിറ്റി പോയിന്റ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ചാപ്പൽ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രാർത്ഥിക്കാനുള്ള ഏരിയ ആണ്. ക്രിസ്ത്യൻസിനായാലും നമുക്ക് എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അവിടെ. അപ്പം ഒരു കയറി വരുന്ന റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ അതാണ് കാണുന്നത്. പിന്നെ നടന്നു പോകുമ്പോൾ സൈഡിലൊക്കെ നല്ല ട്രീസും കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ തൊട്ടും അതിൻ്റെ അപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു സ്കൂളാണെന്ന് തോന്നുന്നു കുട്ടികളുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന് നേരെ ക്യാമ്പസിനകത്ത് പോയി നോക്കാം. ക്യാമ്പസിന്റെ ഫുള്ള് വീഡിയോസ് ഒക്കെ കണ്ട് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ഓരോ കുട്ടികളോട് റിവ്യൂ ചോദിക്കാം, എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ നേരെ ക്യാമ്പസിനകത്ത് വിട്ടല്ലോ. ഓക്കെ, കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് നല്ല ഏരിയ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഏരിയയിലും ബൗൺസേഴ്സ് ഉണ്ട്. കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബൗൺസേഴ്സ് അകത്ത് കയറ്റില്ല. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ ക്ലാസ്സിൽ വന്നോളാം. അതുപോലെ ഉച്ചയ്ക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ക്യാമ്പസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ലതാണ്. അത് പിന്നെ ഉറപ്പായിട്ടും നല്ലതാണ്. കാരണം കുട്ടികൾ ആ ഒരു സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യില്ല അല്ലേ? അതെ. ഓക്കെ, നമ്മൾ റാൻഡമായിട്ട് കുറച്ച് മലയാളി കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം അവർ ഏത് കോഴ്സൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം. പേരെങ്ങനെ ബ്രോ? മുഹമ്മദ് ഫൈസൽ. സ്ഥലം ആലപ്പുഴ. ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഇവിടെ? ഞാൻ ഇവിടെ RDT. ഓക്കെ. നിതിൻ. ഓക്കെ. പത്തനംതിട്ട താമസം, ഇവിടെ അലൈഡ് പഠിക്കുന്നു. ഓക്കെ. ആദർശ്, കോട്ടയം, ഇവിടെ RDT പഠിക്കുന്നു. ഓക്കെ. RDT എന്താ ഫുൾ ഫോം പറഞ്ഞോട്? റീനൽ ഡയാലിസിസ്. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ട് ക്യാമ്പസ് ഓവറോൾ എക്സ്പീരിയൻസ്? പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഓക്കെ. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ. അത് ബാംഗ്ലൂർ എല്ലായിടത്തും ഫുഡും ഹോസ്റ്റലും ഒക്കെ ഒരു ആവറേജ് ആയിരിക്കും. ഇനി ലാബും ഫെസിലിറ്റീസ് ഒക്കെ പോയി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ ആണല്ലേ? ഓക്കെ. ഇവിടെ സെമസ്റ്റർ വൈസ് ആണല്ലോ. നിങ്ങൾക്ക് ഇയർ വൈസ്. ഓക്കെ, അലൈഡ് ഇയർ വൈസ് ആണ്. ഓക്കെ. ഓവറോൾ നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ. അത്യാവശ്യം സ്ട്രിക്റ്റ് ഉള്ളൊരു ക്യാമ്പസ് ആണല്ലേ? മെഡിക്കലിൻ്റെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ഓക്കെ ബ്രോ, താങ്ക് യു. ഇവിടെ മാനേജ്മെൻറ്റ് കോഴ്സിന് പ്ലേസ്മെൻറ്റ് കിട്ടിയവരുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം പ്ലേസ്മെൻറ്റ് കിട്ടിയുള്ള കുട്ടികളാണ് 2024-25. അപ്പോൾ റൈനെക്സ് അതുപോലെ തന്നെ സ്കിൽ ഹാക്ക് അങ്ങനെ തുടങ്ങിയ കമ്പനീസിലേക്കാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട, അതുപോലെ തന്നെ കോട്ടക്, ഗ്രോ, മുത്തൂറ്റ് ഫിനാൻസ്, HDB അങ്ങനെ തുടങ്ങി പല ICICI ബാങ്ക്സും അങ്ങനെ കുറേ മിക്സ്ഡ് ആയിട്ടുള്ള കുറേ കമ്പനീസാണ് ഇവിടെ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഷീസിന്റെ അലൈഡ് ഹെൽത്ത് സയൻസ്, അതല്ലെങ്കിൽ പാരാമെഡിക്കൽ, അതുപോലെ നഴ്സിംഗ്, ഇതിന്റെ എല്ലാം GNM ഈ ഒരു ഇത്രയും കോഴ്സ് വരുന്ന ഒരു ബിൽഡിങ്ങിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് ഇവിടെ ക്ലാസ് റൂംസ്, ലാബ് ഫെസിലിറ്റീസ്, പിന്നെ മറ്റ് ഫെസിലിറ്റീസും, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ഓഫീസ് ഫെസിലിറ്റീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ പോകുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു സെൻട്രൽ കോർട്ട്യാർഡ് വരുന്നുണ്ട്. കോർട്ട്യാർഡും അവരൊരു ബാസ്കറ്റിന്റെ കോർട്ടായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നോക്കി കഴിയുമ്പോൾ കുട്ടികളുടെ റാങ്ക് ഹോൾഡേഴ്സ്, അതായത് ഇവരൊക്കെ യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡേഴ്സാണ് ഓരോ കോഴ്സിനും. ഇപ്പം നഴ്സിംഗിൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അലൈഡ് മെഡിസിൻസിൽ, അതായത് ഓരോരോ കോഴ്സിൻ്റെയും ഫസ്റ്റ് റാങ്ക് കിട്ടിയ, അതായത് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളുടെ വരെയുണ്ട് ഇതിനകത്ത്. ആ ഒരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്, അതായത് ഒരു ഓഡിറ്റോറിയം പോലെ ഫെസിലിറ്റി ചെയ്യുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നഴ്സിംഗ്, പാരാമെഡിക്കൽ ഉള്ള കോഴ്സിന്റെ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ലെക്ചർ ഹോൾസ് ഒക്കെ ഈ ഒരു ഫ്ലോറിലാണ് നടക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ ലെക്ചർ ഹോൾസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ. ഇനി ഇതിന് തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് ഇവിടെ ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്കൊന്ന് പോയി നോക്കാം.
അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ എല്ലാ ക്ലാസ് റൂംസും വരുന്നത്. അതായത് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ക്ലാസ് റൂംസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഈ ഒരു കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്ലാസ് റൂമാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചെയർ ആൻഡ് ടേബിളാണ്. അത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള ടേബിളാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പം ലോങ് തിയറി അവേഴ്സിലൊക്കെ ഇരുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാറൊന്നുമില്ല, വരാൻ ചാൻസ് ഇല്ല അല്ലേ. പിന്നെ നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പെയിൻ്റൊക്കെ അടിച്ച ഒരു എന്താ പറയുക, ഭയങ്കര പഴക്കമൊന്നും തോന്നിക്കാത്ത രീതിയിൽ നല്ല ക്ലാസ് റൂമാണ്. ബാക്ക് സപ്പോർട്ട് ഇല്ല ബെഞ്ചിന്. ചില കോളേജസിൽ ചെയറാണ്, ചില കോളേജിൽ ബെഞ്ചാണ്. ഓരോ കോളേജിലും. പക്ഷെ നമ്മൾ ബാംഗ്ലൂർ കണ്ട മിക്ക കോളേജസിലും ഈ ടൈപ്പ് ഓഫ് ടേബിൾ ആൻഡ് ചെയർ അല്ലേ നമ്മൾ കണ്ടത്. പിന്നെ എല്ലാ ക്ലാസ് റൂംസും എന്താണ് CCTV സർവൈലൻസിലാണ്. ഈ ക്ലാസ് റൂമിലും CCTV ഉണ്ട്. ഓക്കെ. പിന്നെ പ്രൊജക്ടർ സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഒരു ആവറേജ് ടൈപ്പ് ക്ലാസ് റൂമാണ് കോഴ്സസിൻ്റെ നഴ്സിംഗിനാണെങ്കിലും പാരാമെഡിക്കലാണെങ്കിലും അവർ കൊടുത്തേക്കുന്നത്. ഇനി മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ക്ലാസ് റൂം നമ്മൾ പോയി കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കോഴ്സസിൻ്റെ ക്ലാസ് റൂം ഫെസിലിറ്റി വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴ്സസിൻ്റെ ലൈബ്രറിയിലാണ്. ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്ക് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടി മാത്രമുള്ള ലൈബ്രറിയാണ്. ഇവിടെ ആവറേജ് ഒരു 3000+ ബുക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടിയിട്ട് 3000+ ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് കൗണ്ടുള്ള ഒരു ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇതൊരു ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ റേഡിയോളജി പഠിക്കുന്ന സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന 2 കുട്ടികൾ കണ്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള റിവ്യൂ ചോദിക്കാം. പേരെങ്ങനെ മോളുടെ? അൻസില. സ്ഥലം? തൃശ്ശൂർ. തൃശ്ശൂർ. മോളോ? റിയ. തൃശ്ശൂർ. തൃശ്ശൂർ തന്നെ. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണോ ഡോക്ടർ? ഇല്ല. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടു. ഓക്കെ. എങ്ങനെയുണ്ട് ക്യാമ്പസ്? എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയുണ്ട്? എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിൽ നല്ലതാണ്. ഓക്കെ. അത്യാവശ്യം സ്ട്രിക്റ്റ് ഉള്ളൊരു ക്യാമ്പസ് അല്ലേ? സ്ട്രിക്റ്റ് ഉണ്ട്. ഓക്കെ. ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് നല്ലതാണ്. നല്ല കോഴ്സാണ്. ഫ്രണ്ട്ലി ആണോ ടീച്ചേഴ്സ് ഒക്കെ? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഒരു ഇംഗ്ലീഷ് തന്നെയാണോ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷാണ്. ഓക്കെ. മലയാളി ഫാക്കൽറ്റീസ് ആരും ഇല്ലല്ലോ? ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ കൂടുതലും മലയാളീസ് ആണോ അതോ കൂടുതൽ ഫുൾ മലയാളീസ് ആണ്? സ്റ്റുഡൻസ് എല്ലാം മലയാളീസ്. ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി? എങ്ങനെയുണ്ട്? ഹോസ്റ്റല് ആവറേജ്. കാര്യം ബാംഗ്ലൂർ മെജോറിറ്റി ക്യാമ്പസുകളിലും സ്റ്റുഡൻസ് എടുക്കുന്ന ആവറേജ് ആണ് പറയുന്നത്. മെസ് ഫെസിലിറ്റിയും എങ്ങനെയാണ്? ആവറേജ് എന്ന് പറയാം. നിങ്ങൾക്ക് മലയാളി ഫുഡ് കിട്ടാറുണ്ടോ? നമ്മുടെ ചോറൊക്കെ ഉണ്ട്. ചോറൊക്കെ ഉണ്ട്. ഓക്കെ. പഠിക്കാനായിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്യാമ്പസ് ആണ്. ഇവിടെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മന്ത് നവംബർ ഞങ്ങൾക്ക് യൂഫോറിയ ഉണ്ടായിരുന്നു നവംബറിൽ. സോ അത് നല്ലതായിരുന്നു. ഹരിശങ്കർ ഒക്കെ വന്ന് കോൺസേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു, DJ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റാഗിംഗ് ഒക്കെ ഉണ്ടോ? റാഗിംഗ് ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ. ഇവർ പഠിക്കാൻ വന്നുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നില്ല. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴ്സസിന്റെ മാനേജ്മെന്റ് ബിൽഡിങ്ങിന്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന്. മെയിനായിട്ടും MBA, BBA ജനറൽ ഉണ്ട്, അതായത് സ്പെഷ്യലൈസേഷൻ ഇല്ലാണ്ട്. അതുപോലെ BBA ഏവിയേഷൻ മാനേജ്മെന്റ് ഉണ്ട്, BCA ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം BCAക്ക് ഇവർ 330 ഇൻടേക്കാണ് ഇവർക്ക് ഒരു ഇയർ ഉള്ളത്. പിന്നെ അല്ലാണ്ട് പിന്നെ ഹൈ ആയിട്ട് കാണിക്കുന്ന BBAക്കാണ് 240. പിന്നെ ഏവിയേഷൻ മാനേജ്മെന്റിന് 90യും അതുപോലെ MBAക്ക് 180 ആണുള്ളത്. സാധാരണ MBAക്ക് അത്ര ഇൻടേക്ക് കോളേജുകളിൽ കുറവാണ്, പക്ഷേ ഇതിപ്പം ഇൻടേക്ക് അത്രയും നല്ല കൂടുതൽ ഇൻടേക്ക് ഉണ്ട്. നല്ല കൗണ്ട് നമ്പേഴ്സ് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ശ്രീ കോശി സാറാണ് ഈ ഒരു കോശീസ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. കാര്യം ഒരു മലയാളി ബാംഗ്ലൂർ വന്ന് ഇത്രയും വലിയൊരു ക്യാമ്പസൊക്കെ സൃഷ്ടിച്ചു. അതിനകത്ത് കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളൊന്നും പഠിക്കുന്നുണ്ട്. അത് വലിയൊരു അഭിമാനപരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, കോശീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ കോശീസിൻ്റെ അതായത് കോശീസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കോശീസിൻ്റെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഉള്ളതെന്നുള്ളത്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, കോശീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ ബാംഗ്ലൂർ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, കോശീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, അതുപോലെ തന്നെ കോശീസിൻ്റെ സ്കൂൾ ഫെസിലിറ്റീസ്, കോശീസിൻ്റെ നഴ്സിംഗ് കോളേജ്, കോശീസ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ കോശീസ് ബാംഗ്ലൂരിൽ ഏതൊക്കെ വർഷങ്ങളിൽ എന്തൊക്കെ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഫുൾ ഒരു ഡീറ്റെയിലും ഈ ഒരു വാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ കമ്പ്യൂട്ടർ ലാബിലാണ്. അതായത് BCA സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റഡി ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള
കമ്പ്യൂട്ടർ ലാബിലാണ്. ഇവിടെ 3 കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെന്നല്ലേ? 3 കമ്പ്യൂട്ടർ ലാബാണ് അവൈലബിൾ. അതിലൊന്ന് ഇതാണ്. ഇതിൽ ഒരുപാട് സിസ്റ്റംസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോച്ചീസിൻ്റെ മറ്റൊരു ലാബിലാണ്. ഈ ഒരു ലാബും അതായത് മൊത്തത്തിൽ 3 ലാബും കൂടി ടോട്ടൽ 175+ സിസ്റ്റംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻടേക്ക് കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് മാച്ച് ആവുന്ന ഒരു കൗണ്ടിലുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ മാനേജ്മെൻറ്റ് കോഴ്സിനുള്ള ലെക്ചർ ഹാളാണ്. ഇവിടെ അത്യാവശ്യം അമിനിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട ഫാൻസ്, ലൈറ്റ്സ്, അതുപോലെ തന്നെ ബോർഡ് കാര്യങ്ങൾ. പിന്നെ എല്ലാ ക്ലാസ് റൂമിലും നമ്മൾ ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ എല്ലാ ക്ലാസ് റൂംസിലും CCTV അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെയും CCTV അവൈലബിൾ ആണ്. പിന്നെ പാരാമെഡിക്കൽ ബ്ലോക്കിൽ കണ്ട ലെക്ചർ ഹാളിനെക്കാട്ടി നല്ല കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ലെക്ചർ ഹാളാണ്. മേ ബി അതിൻ്റെ ഇവരുടെ ഇൻടേക്ക് കൂടുതലല്ലേ, അതുകൊണ്ട് അത്രയും കുട്ടികളെ അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ടത്ര വലിപ്പത്തിലുള്ള ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെസ്കും കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ലതായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മളോടുള്ളത് ഇപ്പോൾ വെച്ചാൽ BB ഏവിയേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അതുപോലെ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെ ബ്രോ? അദർബ്. സ്ഥലം? ആലപ്പുഴ. എവിടെ? ആലപ്പുഴ. ആലപ്പുഴ എവിടെയാണ്? മാവേലിക്കര. എൻ്റെ പേര് അഭിലാഷ്. സ്ഥലം? കൊല്ലത്തോടെ. കരുനാഗപ്പള്ളി. ഞങ്ങൾ കരുനാഗപ്പള്ളി. യുവർ നെയിം? My name is Ashwin. I'm from Bangalore. ബാംഗ്ലൂരിൽ. ഓക്കെ. എങ്ങനെയുണ്ട് ക്യാമ്പസ്? അടിപൊളിയാണ്. ഓക്കെ. ടീച്ചേഴ്സൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ സെക്കൻഡ് ഇയർ അല്ലേ? തേർഡ് ഇയർ. ഓക്കെ. ഏവിയേഷൻ അല്ലേ? BBA. ഇവിടുത്തെ Specialization is aviation. Okay. So it's an add-on course, right? Yeah, it's hard. So normal BBA plus aviation. Okay. എങ്ങനെയുണ്ട് ഏവിയേഷൻ? ഏതാണ്? IIT ആണോ നിങ്ങൾ പഠിക്കുന്നതോ? BNU. BNU. ഓക്കെ. അത് സെഗ്രിഗേറ്റ് എടുക്കാൻ പറ്റും നമുക്ക്? ഓക്കെ, സെപ്പറേറ്റ്. അത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾ ഇതുവരെ എയർപോർട്ട് ട്രെയിനിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ഇനി ഈ വർഷമാണ് തേർഡ് ഇയറിലാണ്. ഓക്കെ. നിങ്ങൾ ഈ പറഞ്ഞ BNUവിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്? കാര്യം പലർക്കും ഡൗട്ടാണ്. പലരും ഈ പറഞ്ഞ BB ഏവിയേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കാരും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, ഏത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്? ഇപ്പോൾ എയർ കാർഗോ ആണോ, അല്ലെങ്കിൽ എയർലൈൻ ഹാൻഡ്ലിംഗ് ആണോ? ഓരോ സെമസ്റ്ററിലും ഡിഫറെന്റ്. ഓക്കെ. ഇപ്പോൾ BB ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയാണോ പ്രൊവൈഡ് ചെയ്യുന്നതോ? ജസ്റ്റ് ഏത്? ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി. ഓക്കെ. ഫാക്കൽറ്റീസ് ഒക്കെ ഇത് പഠിപ്പിക്കുന്നത് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയല്ല? ഓക്കെ ബ്രോ. So are you satisfied with this campus? Yeah, because you are from Bangalore only. It's nice. Okay. You are in day scholar or hostler? No, I stay with family. Okay. ഡേ സ്കോളർ. നിങ്ങൾ ഹോസ്റ്റലാണ്. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ? അല്ല, ഞാൻ ഹോസ്റ്റലിൽ ഓക്കെ. റൂം എടുത്തേക്കാണ്. നിങ്ങൾ റൂമും കാര്യങ്ങളും ഫുഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ ബ്രോ, താങ്ക് യു. മാനേജ്മെന്റ് ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇവരുടെ അഡ്മിഷൻ ഓഫീസും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റും വരുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് MBA സ്റ്റുഡൻസിനെ കണ്ടിരുന്നു. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാണ്? സ്ഥലം? കോട്ടയം. കൊല്ലത്തോടെ? പത്തനാപുരം. തൃശ്ശൂർ. ഓക്കെ. കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്യാമ്പസ്? എങ്ങനെയുണ്ട്? ക്യാമ്പസ് വലിയ കുഴപ്പമില്ലാത്ത ക്യാമ്പസാണ്. ഓക്കെ. ഞങ്ങളൊക്കെ ഇവിടെ MBA പഠിക്കുന്ന സ്റ്റുഡൻസ്. ഓക്കെ. നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുമ്പോഴാണ് അങ്ങനെ. നാട്ടിൽ ഏത് കോളേജിലായിരുന്നു? ഞാൻ കാത്തലിക് കോളേജിൽ. ഓക്കെ. മോളോ? ഓക്കെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പലരും ഇപ്പോൾ എബ്രോഡാണ് കൂടുതൽ ആൾക്കാർ MBA ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ. എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിൽ തന്നെ പ്രിഫർ ചെയ്തു? ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ വരുന്നത് മെയിനായിട്ടും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ഒരു സ്ട്രക്ചറാണ്. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ആ ഒരു ഫീസിലാണ് ഇവിടെ വന്നത്. ഓക്കെ. ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ MBA പഠിക്കുന്നു, മറ്റ് മ്യൂസിക് പ്രോഗ്രാം എല്ലാം പഠിക്കുന്നു. ഓക്കെ. കോഴ്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതലല്ല, ഒരു അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറുള്ളൊരു വൺ ഓഫ് മെയിൻ കോളേജാണ്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ ബ്രോ, അപ്പോൾ കാണാം. താങ്ക് യു. നമ്മൾ ഈ ക്യാമ്പസ് ഫുള്ളി കണ്ടു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ കൊടുക്കുന്ന ബഡ്ജറ്റിന്
ബർത്ത് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമ്പസ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. കുറെ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി, ക്യാമ്പസ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ഇവൻ ബൗൺസേഴ്സ് വരെ ഫ്രണ്ടിലുണ്ട്. അതെ, ഇപ്പോൾ സ്ട്രിക്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൃത്യം രാവിലെ 9 മണിക്ക് ക്യാമ്പസിൽ വരണമെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പറഞ്ഞത് 9 മണിക്ക് വരണം. അത് 9:05 ആയാൽ പോലും 9:05 കുട്ടികളെ അലോ ചെയ്യില്ല എന്നാണ് നമുക്കിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ സ്ട്രിക്ട്നെസ് അത്യാവശ്യം നല്ലതാണ്. കാര്യം ഫ്യൂച്ചറിൽ അവർ വർക്ക് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് പഞ്ച്വാലിറ്റി കുട്ടികൾക്ക് വരാം, അത് നല്ലൊരു കാര്യം തന്നെ. പിന്നെ കുറേ കുട്ടികളായിട്ട് സംസാരിച്ചത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ക്യാമ്പസിൽ സ്ട്രിക്ട്നെസ് വന്നതിൻ്റെ കാര്യം ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയത്. അതൊരു വിധത്തിൽ നല്ലതാണ്. കാര്യം പേരൻസിന് കുറച്ചുകൂടെ സമാധാനത്തോടെ കുട്ടികളെ വിടാൻ പറ്റുമല്ലോ. പിന്നെ ഉള്ളൊരു കേസ് എന്ന് വെച്ചാൽ കോളേജിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഓൾമോസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ലാബ് ആണെന്നുണ്ടെങ്കിൽ, ലൈബ്രറി ആണെന്നുണ്ടെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൈബ്രറി ഫെസിലിറ്റീസും ലാബ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ എല്ലാ ക്യാമ്പസിലും കേൾക്കുന്ന ഒരു അഭിപ്രായമാണ്. ഈ ക്യാമ്പസിൽ മാത്രമല്ല, എല്ലാ ക്യാമ്പസിലും കേൾക്കുന്ന അഭിപ്രായമാണ്. കാര്യം കുറെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഈ കുട്ടികൾക്ക് ഒരു എക്സാക്ട് ഇൻഫർമേഷൻ അല്ല ഈ ഒരു ക്യാമ്പസിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. മാത്രമല്ല കുറെ ക്യാമ്പസുകളിൽ നമ്മൾ ഈ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ക്യാമ്പസിൽ വന്നപ്പോഴും നമ്മൾ ആ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബാംഗ്ലൂർ അല്ല ഇനി എവിടെ ആയിക്കോട്ടെ, നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിനിമം ഒരു 5 ക്യാമ്പസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ആ ക്യാമ്പസ് നേരിൽ കണ്ട് വിസിറ്റ് ചെയ്യുക, അവിടെ പഠിക്കുന്ന കുറെ കുട്ടികളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാര്യം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ അതും നിങ്ങൾ റാൻഡം ആയിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന BBA ആയിക്കോട്ടെ, BBA കുട്ടികളോട് നിങ്ങൾ റിവ്യൂസ് ചോദിക്കുക. അതെ, റിവ്യൂസ് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാമ്പസ് സെലക്ട് ചെയ്യുക. വെറുതെ തെള്ളു മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ തെള്ളു മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ക്യാമ്പസ് സെലക്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കോശീസ് ക്യാമ്പസിനെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ജെന്യുവൻ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തത്. ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ആയിട്ട് തന്നെ തോന്നുന്നു. പിന്നെ മാനേജ്മെന്റ് സ്റ്റഡിക്ക് നല്ല അഫോർഡബിൾ ഫീസിൽ വരാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളും കമന്റിൽ ഇടുക. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്മിഷൻ ഡീറ്റെയിൽസിനെ പറ്റി അറിയാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.